പകൽ കോൺഗ്രസും രാത്രി ബി.ജെ.പിയും എന്നുള്ള നിലപാടിലാണ് പാർട്ടിയിലെ പലർക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് A.K. ആന്റണി തന്നെയാണ്. A.K. ആന്റണിയുടെ മകനടക്കം കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് തന്നെ കെട്ടിപ്പൊക്കിയ കരുണാകരൻ, ലീഡറിന്റെ മകള് ബി.ജെ.പിയിൽ വന്നത് നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ്. ഇന്ന് കേരളത്തിലെ പ്രാദേശിക നേതാക്കൾ തൊട്ട് സംസ്ഥാന നേതൃത്വത്തിലെ ആളുകൾ വരെ ബി.ജെ.പിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി.ജെ.പി വോട്ട് ഉയർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി.ജെ.പിയുടെ മോദിയുടെ സ്വപ്നം 2024 ആവുമ്പോഴേക്കും ഏകദേശം 71% നടന്നിരിക്കുക തന്നെയാണ്. ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളിൽ ഏകദേശം 20 സംസ്ഥാനങ്ങളിലും ബി.ജെ.പി നേതൃത്വത്തിലുള്ള NDA ആണ് ഭരിക്കുന്നത്. 19 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്വമാണ് NDA ഭരണം നിലനിർത്തുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം ആ ലക്ഷ്യത്തിലേക്ക് ബി.ജെ.പി കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കൺചുമ്മി തുറക്കുമ്പോഴേക്കും കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക കാവിയായി തീരുകയാണ്. പലർക്കും മോദി പ്രഭാവത്തിൽ ബി.ജെ.പിയിലേക്ക് ചേരാതെ മറ്റൊരു വഴിയുമില്ല എന്നത് തന്നെയാണ് സത്യം. കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ കോൺഗ്രസിലെ മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, PCC പ്രസിഡന്റുമാർ മുതൽ പ്രാദേശിക നേതാക്കൾ വരെ ബി.ജെ.പിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബി.ജെ.പി അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിൽ കാവി പുതപ്പിക്കുക തന്നെയാണ്. ആന്ധ്ര, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ഒഡീഷ, രാജസ്ഥാൻ, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ 18 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള NDA ആണ് ഭരണം ചെയ്യുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ 19 സംസ്ഥാനങ്ങളായിരിക്കുകയാണ്. പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ബി.ജെ.പി നേതൃത്വത്തിലുള്ള NDA തന്നെയാണ് ഭരണത്തിലുള്ളത്. കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണ് കേരളത്തിൽ ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് ബി.ജെ.പി നേതാവ് V. ഗോപാലകൃഷ്ണൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബി.ജെ.പിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മുക്ത കേരളവും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ NDA മുന്നണിയായ മഹായുതി അധികാരമേൽക്കുമ്പോൾ മോദിയും എത്തിയിട്ടുണ്ടായിരുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മാറുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരുവിധ മുഖ്യമന്ത്രിമാരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. മോദി പ്രതീകാത്മകം എന്നോണം അവരെ മുഴുവൻ പ്രത്യേകം ഹസ്തദാനം ചെയ്ത് സംസാരിക്കാനും മടി കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ പതാക വാഹകർ തന്നെയാണ് അവർ. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.